നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഗവേഷണ കേന്ദ്രങ്ങളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധയോടെ പഠിച്ചാൽ വളരെ വേഗം പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണിത്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമായിട്ടുള്ള കേരള കാർഷിക സർവകലാശാല എവിടെയാണെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണൂത്തിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂറാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂറാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ 10-40ഓളം ഗവേഷണ കേന്ദ്രങ്ങളുടെ അവരുടെ ആസ്ഥാനങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം എഴുതി തന്നെ പഠിച്ചു പോവുക. ക്ലാസ് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ നോട്ട്സ് തയ്യാറാക്കി പഠിക്കുകയോ വേണം. എന്നാലും നമുക്കത് ഉപയോഗപ്പെടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നും പറയാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഏതാണ്? ആദ്യം പറഞ്ഞത് കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തിയിലാണ്. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തിയിലാണ്. എന്നാൽ മണ്ണൂത്തിയിലെ വെള്ളാനിക്കരയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞത് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂറാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂറാണ്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറയിലാണ്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറയിലാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇടുക്കിയിലെ മയിലാടുംപാറയിലാണ് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറയിലാണ്. കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറയിലാണ്. ഇതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ആവുമ്പോൾ മയിലാടുംപാറയും, കേരള ഏലം ഗവേഷണ കേന്ദ്രം അതിൻ്റെ ആൻസർ പാമ്പാടുംപാറയുമാണ്. അപ്പോൾ അത് തിരിഞ്ഞു പോയിരിക്കാൻ ഓർത്തു വയ്ക്കുക. നമ്മുടെ കേന്ദ്രം, നമ്മുടെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് മയിലാണല്ലേ. അപ്പോൾ മയിലാടുംപാറ കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ മൊത്തത്തിലാണ് അല്ലേ. കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമാണ്. അപ്പോൾ കേന്ദ്രം മയിലാടുംപാറ. കേന്ദ്രം ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മയിലാടുംപാറ. കേരള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. പ്രത്യേകത ഈ രണ്ട് സ്ഥലങ്ങളും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഉള്ളത്. അടുത്തത് ഏറ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗമാണ് ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. ഏലം തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്? വണ്ടൻമേടിലാണ് ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ വണ്ടൻമേടിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയ ലേല കേന്ദ്രവും കൂടിയാണ് എന്തെന്ന് പറയുന്നത് വണ്ടൻമേട് എന്ന് പറയുന്നത്. ലേലത്തിന് കൊടുക്കുന്നതിൽ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് വണ്ടൻമേട്. കൂടാതെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേട്ടിലാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയത്തിലാണ്. എവിടെയാണ്? ആനക്കയം. മലപ്പുറം ജില്ലയിലെ ആനക്കയമാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം. കശുവണ്ടി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ആനക്കയം. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കരയാണ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കരയാണ്. തൃശ്ശൂരിലെ വെള്ളാനിക്കരയാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി വെള്ളാനിക്കരയാണെന്നും പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും വെള്ളാനിക്കരയിലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചൂണ്ടലിലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വയനാട് ജില്ലയിലെ ചൂണ്ടൽ ആണ് കാപ്പി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലാണ്. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പി, മങ്കൊമ്പ്, കായംകുളം, വെറ്റില എന്നീ സ്ഥലങ്ങളിലായിരുന്നു. നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? പട്ടാമ്പി, മങ്കൊമ്പ്, കായംകുളം, വെറ്റില എന്നീ സ്ഥലങ്ങളിലെല്ലാം നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അടയ്ക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്, തിരുവനന്തപുരം, പീച്ചി എന്നിവിടങ്ങളിലാണ്. എവിടെയൊക്കെയാണ്? പാലക്കാട്, തിരുവനന്തപുരം, പീച്ചി എന്നീ സ്ഥലങ്ങളിലാണ് അടയ്ക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയൊക്കെയാണ്? പട്ടാമ്പി, മങ്കൊമ്പ്, കായംകുളം, വൈറ്റില എന്നീ സ്ഥലങ്ങളിലാണ്. ഇനി അടയ്ക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലയിലെ പീച്ചി എന്നിവിടങ്ങളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അടയ്ക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലും പാലക്കാട് ജില്ലയിലെ മേനോൻപാറയിലുമാണ്. എവിടേക്കാണ്? പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലും പാലക്കാട് ജില്ലയിലെ മേനോൻപാറയിലുമാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഏതൊക്കെയാണ്? നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പി, മങ്കൊമ്പ്, കായംകുളം, വൈറ്റില എന്നീ സ്ഥലങ്ങളിലാണ്. അടയ്ക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലയിലെ പീച്ചി എന്നിവിടങ്ങളിലാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലും പാലക്കാട് ജില്ലയിലെ മേനോൻ പാറയിലുമാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അഥവാ CPCRIയുടെ ആസ്ഥാനം കാസർഗോഡ്. എന്താണ് CPCRI? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? കാസർഗോഡാണ്. കാസർഗോഡ്. അടുത്തത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയെന്നാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ മൂഴിക്കലാണ്. കോഴിക്കോട് ജില്ലയിലെ മൂഴിക്കൽ. രണ്ട് സ്ഥലവും ഓർത്തു വയ്ക്കുക. ചിലപ്പോൾ കോഴിക്കോട് നിന്ന് മാത്രമായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ മൂഴിക്കൽ നിന്ന് തന്നെ എടുത്തു വയ്ക്കാം. അപ്പോൾ എന്താണ്? ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലെ മൂഴിക്കലിലാണ്. IISR എന്നാണ് പറയുക. IISRന്റെ ആസ്ഥാനം അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ചിന്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ മൂഴിക്കലാണ്. നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ബാലരാമപുരം. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ് നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. എന്നാൽ നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയും നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ബാലരാമപുരവും ആണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ഓടക്കാലിയാണ്. എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. പുൽത്തൈല ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ഓടക്കാലിയാണ്. പുൽത്തൈലം, ഓടക്കാലി, അത് രണ്ടും ഓർത്ത് വെച്ചേക്കാം. പുൽത്തൈലം ഈ യൂക്കാലി അതിനൊക്കെ പ്രത്യേക മണമാണ് അല്ലേ? അപ്പോൾ ആ പുൽത്തൈലവും ഓടക്കാലിയും നമ്മൾ ആ ഒരു കണക്ഷൻ വെച്ച് ഓർത്ത് വെക്കാം. പുൽത്തൈലം, യൂക്കാലി, ഓടക്കാലി. ഓക്കെ. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ഓടക്കാലിയാണ്. കേന്ദ്ര സമുദ്ര ജലമത്സ്യ ഗവേഷണ കേന്ദ്രം. കേന്ദ്ര സമുദ്ര ജലമത്സ്യ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കൊച്ചിയിലാണ്. കൊച്ചിയിലാണ്. കേന്ദ്ര സമുദ്ര ജലമത്സ്യ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കൊച്ചിയിലാണ്. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലോടാണ്. എവിടെയാണ്? ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ് ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. TBGRI എന്നാണ് പറയുന്നത്. TBGRI. എൻ്റെ ഫുൾ ഫോം നിങ്ങൾ ഓർത്തിരിക്കേണ്ട, ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി, അത് നമുക്ക് മനസ്സിലാവുമല്ലോ. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലോട്. TBGRI എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ്. വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ്. റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കോട്ടയത്താണ്. റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയത്താണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം എല്ലാം വരുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഹൈറേഞ്ച് സോണിൽ ഉൾപ്പെടുന്നതാണ് വയനാട് ജില്ലയിലെ അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം ഹൈറേഞ്ച് സോണിലുള്ള വയനാട് ജില്ലയിലെ അമ്പലവയലാണ്. ഹൈറേഞ്ച് സോണിലുള്ള ഗവേഷണ കേന്ദ്രമാണ് എന്താണ്? വയനാട് ജില്ലയിലെ അമ്പലവയൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അപ്പോൾ എവിടെയാണ്? അമ്പലവയലാണ്. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ്. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ്. നാഷണൽ സീഡ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നതും കരമനയിലാണ്. നാഷണൽ സീഡ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നതും കരമനയിലാണ്. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രവും കരമനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒത്തിരി ആസ്ഥാനങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ രണ്ടെണ്ണം പറഞ്ഞ എന്തൊക്കെയാണ്? വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ കരമന. നാഷണൽ സീഡ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കരമന. നാഷണൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാറോട്ടുകോണ. നാഷണൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം, നാഷണൽ ദേശീയ കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണത്താണ് കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. കേന്ദ്ര
കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവാഴാംകുന്ന്, പാലക്കാട് ജില്ലയിലെ തിരുവാഴാംകുന്നാണ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ തിരുവാഴാംകുന്നാണ്. കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മാടകത്തറ, തൃശ്ശൂർ ജില്ലയിലെ മാടകത്തറയിലാണ് കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കശുവണ്ടി ഗവേഷണ കേന്ദ്രമല്ല, കശുവണ്ടി റിസർച്ച് സ്റ്റേഷനാണ്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, റിസർച്ച് സ്റ്റേഷനാണ്. എന്താണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഇത് കശുവണ്ടി റിസർച്ച് സ്റ്റേഷനാണ്. കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാടകത്തറ. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ്. നബാർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പാളയം. സുഗന്ധഭവന്റെ ആസ്ഥാനം കൊച്ചിയിലെ പാലാരിവട്ടത്താണ് സുഗന്ധഭവന്റെ ആസ്ഥാനം. കൊച്ചിയിലെ പാലാരിവട്ടത്താണ് സുഗന്ധഭവന്റെ ആസ്ഥാനം. ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി, എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം. ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ അങ്കമാലി. സെൻട്രൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. സെൻട്രൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. സെൻട്രൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സെന്റർ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ്. സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ആറളത്താണ്. ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ തിരുവാഴാംകുന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞാണ്, പാലക്കാട് ജില്ലയിലെ തിരുവാഴാംകുന്നിലാണ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആണ്. സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ആറളത്താണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കവടിയാറാണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കവടിയാറാണ്. മിൽമയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസ് ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ് ആസ്ഥാനം. MBGIPS എന്നാണ് പറയുന്നത് കേട്ടോ. MBGIPS മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ് ആസ്ഥാനം. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് IIRR എന്നാ പറയുക. IIRR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ചിന്റെ ആസ്ഥാനം രാജേന്ദ്രനഗർ, ഹൈദരാബാദിലെ രാജേന്ദ്രനഗറാണ്. ഹൈദരാബാദിലെ രാജേന്ദ്രനഗറാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ചിന്റെ ആസ്ഥാനം. നമ്മുടെ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം മങ്കൊമ്പ്, കായംകുളം, വൈറ്റില, പട്ടാമ്പി, അങ്ങനെ 4 സ്ഥലങ്ങളിലുണ്ട്. എവിടെയൊക്കെയാണ്? പട്ടാമ്പി, മങ്കൊമ്പ്, വൈറ്റില, കായംകുളം എന്നീ സ്ഥലങ്ങളിൽ കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. ഇത് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ്, ഹൈദരാബാദിലെ രാജേന്ദ്രനഗറിൽ. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ കട്ടക്കിലാണ്. കേരള നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി, മങ്കൊമ്പ്, വൈറ്റില, കായംകുളം എന്നീ സ്ഥലങ്ങളിലാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ കട്ടക്കിലാണ്. റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലെ രാജേന്ദ്രനഗറിലാണ്. IIRR എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. പിന്നെയുള്ള കാര്യങ്ങൾ ഈ നെല്ലുമായി ബന്ധപ്പെട്ട് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്. ASD 16, ASD 17, ASD 18 തുടങ്ങിയ നെല്ലിനങ്ങൾ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വെച്ചാൽ എവിടെയാണ്? അംബാസമുദ്രം റൈസ് റിസർച്ച് സ്റ്റേഷനിലാണ്. ASD 16, ASD 17, ASD 18 തുടങ്ങിയ നെല്ലിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അംബാസമുദ്രം AS. ഓക്കെ, അംബാസമുദ്രം ASD 16, ASD 17,
MSD 18 തുടങ്ങിയ നെല്ലിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന റിസർച്ച് സ്റ്റേഷനാണ്, റൈസ് റിസർച്ച് സ്റ്റേഷനാണ് അംബാസമുദ്രം റൈസ് റിസർച്ച് സ്റ്റേഷൻ. ഈ റിസർച്ച് സ്റ്റേഷനും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും വേർതിരിച്ച് പഠിച്ചോളണം. നമ്മളിവിടെ തന്നെ ഒരേ കാര്യങ്ങൾക്ക് തന്നെ റിസർച്ച് സ്റ്റേഷൻ, കശുവണ്ടിക്കൊക്കെ റിസർച്ച് സ്റ്റേഷനും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി വേണം വായിച്ച് പഠിക്കാൻ. ഓക്കെ, ക്ലാസ് ഉപകാരപ്രദമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. താങ്ക്